അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എൻ്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഇയ്യോബ് അബ്രഹാമിൻ്റെ സമകാലീനനാണെന്നും ബൈബിളിലെ ഇയ്യോബിൻ്റെ പുസ്തകം ആദ്യത്തെ കാവ്യപുസ്തകമാണെന്നും പറയപ്പെടുന്നു. BC 7-ാം നൂറ്റാണ്ടിനും 4-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇയ്യോബിൻ്റെ പുസ്തകം എഴുതിയതെന്ന് പറയപ്പെടുന്നു. BC 6-ാം നൂറ്റാണ്ടിലാണ് ഇത് എഴുതിയതെന്ന് ചില വേദപഠിതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. ഇയ്യോബ് ഒരു ചരിത്ര പുരുഷനാണെന്നതിന് ധാരാളം തെളിവുകൾ ബൈബിളിലുണ്ട്. ഒന്നാമതായി അവൻ്റെ താമസ സ്ഥലം ഊസ് എന്ന ദേശത്തായിരുന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഊസ് എന്ന പേരിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോരിൻ്റെ മകൻ്റെ പേര് ഊസ് എന്നായിരുന്നു എന്ന് ഈ വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം 28-ാം വാക്യത്തിൽ ദീശാൻ്റെ പുത്രന്മാർ ഊസും ആരാനുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഊസ് എന്ന പേര് ഇവിടെയും കാണുവാൻ കഴിയും. 1 ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ ശേമിൻ്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ ഊസ് എന്ന പേര് കാണുവാൻ കഴിയും. 1 ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായം 43-ാം വാക്യത്തിൽ ദീശാൻ്റെ പുത്രന്മാർ ഊസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഊസ് എന്ന പേര് വ്യക്തികൾക്ക് സാധാരണ ഉപയോഗിച്ചിരുന്നു എന്ന് ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തികളുടെ പേരിൽ സ്ഥലങ്ങൾ രൂപപ്പെടുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഊസ് എന്ന ദേശം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് പ്രയാസം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഊസ് ദേശത്ത് താമസിച്ചിരുന്ന ഇയ്യോബ് ചരിത്ര പുരുഷനായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. തന്നെയുമല്ല, ഇയ്യോബിനെ കുറിച്ച് യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ എന്ന് ഇവിടെ പ്രസ്താവിച്ചതിൽ ഇയ്യോബിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇയ്യോബിൻ്റെ സഹിഷ്ണുത വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യോബ് ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്ന് നാം മനസ്സിലാക്കുവാൻ അല്പം ചില കാര്യങ്ങൾ പ്രസ്താവിച്ചു എന്ന് മാത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഭക്തനായ ഇയ്യോബാണ് കഠിന വേദനയാൽ കഷ്ടപ്പെടുന്നത് എന്നതാണ്. എന്തുകൊണ്ട് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്നതൊരു ചോദ്യം തന്നെയാണ്. നമുക്കതിന് പെട്ടെന്ന് മറുപടി കൊടുക്കുവാൻ കഴിയുകയില്ല എന്ന് തോന്നാം. ശരിയാണ്, നമുക്കതിന് ഉത്തരമില്ല. എന്നാൽ ദൈവത്തിനും തൻ്റെ വചനത്തിനും അതിന് ഉത്തരം തരുവാൻ കഴിയും. ദൈവത്തെ ഒത്തിരി പ്രാവശ്യം ഇയ്യോബ് തൻ്റെ വേദന അറിയിക്കുന്നുണ്ട്. ദൈവം കാരണം കൂടാതെ നിർദോഷിയായ എന്നെ കഷ്ടപ്പെടുത്തുന്നു എന്നും എന്നെ സ്വപ്നം കൊണ്ടുപോലും പേടിപ്പിക്കുന്നുവെന്നും എല്ലാം ഇയ്യോബ് സങ്കടപ്പെടുന്നുണ്ട്. ദൈവം അപ്പോഴും ഇയ്യോബിനോട് കൂടെയുണ്ട് എന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട്. ദൈവത്തെ കാണുവാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം അവൻ്റെ മുമ്പിൽ നിരത്തി വയ്ക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. എങ്കിലും കർത്താവെ, എൻ്റെ ഈ കഷ്ടത ഒന്ന് മാറ്റിത്തരയണം, ഞാൻ അവശനായി എന്ന് അവൻ പ്രാർത്ഥിക്കുന്നതായി ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ കഷ്ടതയുടെ കാലത്ത് ദൈവത്തോട് പരാതി പറയാതെ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിപ്രകാരമാണ്. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്താണെന്ന് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണത്. ആർക്കാണോ കഷ്ടത മാറേണ്ടത് ആ വ്യക്തി എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ശോധന ചെയ്ത്, തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ ചെയ്യരുതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന ഏതെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വക പാപങ്ങൾ ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. അഭിഷിക്തനായ ഒരു പാസ്റ്റർ താൻ നല്ലൊരു പ്രാസംഗികനും
അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യേശുവിൽ നിന്നും സൗഖ്യം അവർ പ്രാപിക്കുന്നത് കാണുന്നവനുമാണ്. ശുശ്രൂഷ കഴിഞ്ഞൊരു ദിവസം രാത്രി ഭവനത്തിൽ വന്നപ്പോൾ തൻ്റെ ഇളയ പെൺകുട്ടി കട്ടിലിൽ രോഗിയായി കിടക്കുകയാണ്. എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല എന്ന് കുഞ്ഞിൻ്റെ മാതാവ് കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞു. ഉടനെ ദേവദാസൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്നും സംഭവിച്ചില്ല. അനേകർ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. കുഞ്ഞ് എഴുന്നേറ്റില്ല. അനേകം ആശുപത്രികളിൽ കൊണ്ടുപോയി. ഡോക്ടേഴ്സ് പറഞ്ഞു, ഞങ്ങൾക്ക് രോഗം കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല, മറ്റേതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൊള്ളൂ. പല ആശുപത്രി മാറി കയറി ഒടുവിൽ പ്രാർത്ഥിക്കുവാൻ തൻ്റെ മുറിയിലേക്ക് ആ പാസ്റ്റർ കയറിയിരുന്നു. കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. താൻ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വളരെ നാളുകൾക്ക് മുമ്പേ മുതലുള്ള തൻ്റെ ജീവിതത്തിൽ ആരോടെങ്കിലും കയ്പായിരിക്കുന്നുണ്ടോ എന്ന് താൻ ശോധന ചെയ്തു. അനേകരുടെ മുഖം പ്രാർത്ഥനാ മുറിയിൽ തൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതിൽ ഒരു മുഖം മാത്രം വിഷാദിച്ചിരിക്കുന്നു. ആ വിഷാദമുഖം തൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുറവുകൾ മാത്രം ചിന്തിച്ച് താൻ തള്ളി വിടും. അത് മറ്റാരുമായിരുന്നില്ല, തന്നെ പോലെ തന്നെ സുവിശേഷ വേല ചെയ്യുന്ന ഒരു പാസ്റ്ററിൻ്റെ മുഖമായിരുന്നു അത്. ആ പാസ്റ്ററിൻ്റെ ഒരു ചെറിയ തെറ്റ് ക്ഷമിക്കുവാൻ കഴിയാതെ അദ്ദേഹത്തെക്കുറിച്ച് ഹൃദയത്തിൽ വലിയ ഭാരം വെച്ചുകൊണ്ടാണ് കിടപ്പിലായി കുഞ്ഞിൻ്റെ പപ്പ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റ് കുഞ്ഞിന് വേണ്ടി വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് യാതൊരു മാറ്റവും കണ്ടില്ല. ദിവസങ്ങൾ പലത് കടന്നുപോയി. അനേക ദേവദാസന്മാർ പ്രാർത്ഥിച്ചു. ഒരു കുറവും കുഞ്ഞിന് വന്നില്ല. ഒരു ദിവസം കിടപ്പിലായി കുഞ്ഞിൻ്റെ പപ്പ പതിവ് പോലെ തൻ്റെ പ്രാർത്ഥന മുറിയിൽ കയറി തൻ്റെ തെറ്റുകൾ പരിശോധിക്കുവാൻ തുടങ്ങിയപ്പോൾ തൻ്റെ മനസ്സിൽ അതേ പാസ്റ്ററിൻ്റെ വിഷാദമുഖം വന്നു നിന്നു. മുൻപത്തെ പോലെ ആ മുഖത്തെ അവഗണിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവസാന്നിധ്യം ആ ദേവദാസനെ വിട്ടുമാറി. വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ വിഷാദമുഖം വീണ്ടും മനസ്സിൽ വന്നു. തള്ളി മാറ്റുവാൻ നോക്കിയിട്ട് ആ മുഖം മനസ്സിൽ നിന്നും നീങ്ങാതെ ആയപ്പോൾ ആ ദേവദാസൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങളെല്ലാം കർത്താവിനോട് പറഞ്ഞു. തെറ്റ് ചെയ്യുന്നവനായ വ്യക്തിയാണ് ആ പാസ്റ്റർ എന്നാണ് കിടപ്പിലായി കുഞ്ഞിൻ്റെ പപ്പ ദൈവത്തോട് പറഞ്ഞത്. യേശു ചില കാഴ്ചകൾ ആ പാസ്റ്ററിനെ കാണിച്ചു. അനേകർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവമക്കളായി തീരുവാൻ വാടിയ മുഖവുമായി നിൽക്കുന്ന പാസ്റ്ററെ കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു ആ കാഴ്ചകൾ. ഒടുവിൽ യേശു ആ പാസ്റ്ററോട് പറഞ്ഞത് പ്രകാരമാണ്, നിനക്ക് അവൻ അനഭിമതനാണ്, എന്നാൽ എനിക്ക് അവൻ എൻ്റെ കയ്യിൽ ഇണങ്ങിയ ഒരു ആയുധമാണ്. പിന്നെ അവിടെ കേട്ടത് വലിയ നിലവിളി ശബ്ദമായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പാസ്റ്റർ കർത്താവിനോട് മാപ്പപേക്ഷിക്കുകയും വാടിയ മുഖത്തോടെ മനസ്സിൽ വന്ന പാസ്റ്ററോട് തൻ്റെ ഹൃദയത്തിൽ ക്ഷമിക്കുകയും ചെയ്തു. ഒരിക്കൽ കൂടി തൻ്റെ തെറ്റുകൾ പരിശോധിച്ചപ്പോൾ ആ പാസ്റ്ററിൻ്റെ മുഖം പ്രസന്നതയോടെ തൻ്റെ മുമ്പിൽ വന്നു നിന്നു. പൂർണ്ണമായും ആ ദേവദാസനോട് ഈ പാസ്റ്റർ ക്ഷമിച്ചിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റ് തൻ്റെ കുഞ്ഞ് കിടക്കുന്ന കട്ടിലിനരിയിലേക്ക് ചെന്നു. തൻ്റെ കൈ കുഞ്ഞിൻ്റെ ശിരസിൽ വെച്ചതും കിടപ്പിലായ ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞ തൻ്റെ ഓമന മകൾ ബെഡിൽ ചാടി എഴുന്നേറ്റു. പൂർണ്ണ സൗഖ്യം പ്രാപിച്ചവളായി അവൾ തീർന്നു. ഇവിടെ ആ കുഞ്ഞ് രോഗിയായത് അവളുടെ പിതാവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയായിരുന്നുവെങ്കിൽ ഇയ്യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടത സാത്താൻ്റെ മുമ്പിൽ ഇയ്യോബിനെ ഉയർത്തേണ്ടതിന് വേണ്ടിയായിരുന്നു. വേദനയും കഷ്ടതയും സഹിക്കുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ നരകത്തിൽ ഒരു പാപി അനുഭവിക്കേണ്ടി വരുന്ന വേദന, ആ വേദനയുടെ ഒരു നിഴൽ പോലും ഭൂമിയിൽ നാം ആരും അനുഭവിക്കേണ്ടി വരികയില്ല എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഭൂമിയിൽ നമ്മുടെ ശരീരമാണ് വേദനിക്കുന്നതെങ്കിൽ നരകത്തിൽ നമ്മുടെ ആത്മാവാണ് വേദനിക്കുന്നത്. ശരീരത്തിന് മുറിവേറ്റാൽ മരുന്ന് വെച്ച് മാറ്റുവാൻ കഴിയുമെന്നാൽ നമ്മുടെ ആത്മാവിന് മുറിവേറ്റാൽ അത് മാറ്റുവാൻ ദൈവാത്മാവിനല്ലാതെ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നരകത്തിലെ വേദന നാം അനുഭവിക്കാതിരിക്കുവാൻ ചില പ്രതിസന്ധി നമുക്ക് വന്നാൽ ക്ഷീണിച്ചു പോകേണ്ട. യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും. മാർത്തയുടെയും മറിയുടെയും സഹോദരൻ ലാസർ മരിച്ചതും നാറ്റം വയ്ക്കുവാൻ ഇടയായതും തൻ്റെ ശിഷ്യന്മാർ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ എന്നോർത്തുകൊണ്ടായിരുന്നു എന്ന് യേശു പറഞ്ഞു. അതെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ നമ്മുടെ സൃഷ്ടാവിനൊരു ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ചില സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമുള്ള അതുപോലെ തന്നെ ചില സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളും പ്രാർത്ഥനയ്ക്കുള്ള മറുപടികളും ഒരു പക്ഷേ നമ്മുടെ ജീവകാലത്ത് ലഭിച്ചില്ലെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയും ദൈവം തരാതിരിക്കുകയില്ല. നാം ആ ഉത്തരവും മറുപടിയും ലഭിക്കുവാൻ ശേഷിച്ചില്ലെങ്കിലും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരവും പ്രാർത്ഥനയുടെ മറുപടിയും ദൈവം സൂക്ഷിക്കും എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ മരിച്ചാൽ
മനുഷ്യൻ മരിച്ചാലും അവൻ്റെ പ്രാർത്ഥന മരിക്കുകയില്ല എന്ന് നാം പറയുന്നതിൻ്റെ കാരണം അതാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇയ്യോബിൻ്റെ ഒരു ചോദ്യത്തിന് ദൈവം ഉത്തരം കൊടുത്തത്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നായിരുന്നു ഇയ്യോബിൻ്റെ ചോദ്യം. ഇയ്യോബിൻ്റെ ജീവകാലത്ത് തന്നെ മരിച്ച അവസ്ഥയിൽ നിന്നും ദൈവം ഇയ്യോബിനെ ജീവിപ്പിച്ചു എന്ന് നമുക്കറിയാം. 10 കുഞ്ഞുങ്ങളുടെ ശവങ്ങൾ കണ്ടവനായ ഇയ്യോബ്, സകല സമ്പത്തും നഷ്ടപ്പെട്ടവനായ ഇയ്യോബ്, പുഴുവരിച്ച ശരീരവുമായി സ്നേഹിതന്മാരുടെ പരിഹാസവും സ്വന്തം ഭാര്യയുടെ വെല്ലുവിളിയും, താനൊരു നീതിമാനാണെന്നൊരു കാലത്ത് പറഞ്ഞവർ പുഴുവരിച്ച തൻ്റെ ശരീരത്തിലെ ദുർഗന്ധം മൂലം മുഖം മറച്ചും തുപ്പിയും കൊണ്ട് മാറി കടന്നു പോകുമ്പോൾ ഇയ്യോബ് ചിന്തിച്ചു കാണും, തനിക്ക് വേണ്ടിയും ശവക്കുഴി വെട്ടുന്നുണ്ടെന്ന്. അതെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ വിവരം ദൈവം തരാറില്ല. 91-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കഷ്ടകാലത്ത് അവൻ നമ്മോട് കൂടെയിരിക്കും, നിശ്ചയം. അതുകൊണ്ടാണ് പ്രതികൂലത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ അനേകർ വരുന്നത്. എന്നാൽ നമ്മുടെ കഷ്ടത എന്നും നിലനിൽക്കുകയില്ല എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഇയ്യോബിൻ്റെ കഷ്ടത അവൻ മറക്കുവാൻ ദൈവം ഇടവരുത്തി. അവൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നൂറ്റാണ്ടുകൾക്ക് ശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ യേശു കൊടുക്കുകയാണ്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇയ്യോബിൻ്റെ ചോദ്യം മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നാണെങ്കിൽ യേശുവിൻ്റെ ഉത്തരം യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ്. ഇവിടെ വിശ്വസിക്കുന്നവൻ എന്നാൽ യേശുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവൻ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ആകയാൽ കർത്തൃപ്രാർത്ഥനയിൽ നമുക്ക് കർത്താവ് തന്ന ഉപദേശപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവെ, പരീക്ഷയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. തന്നെയുമല്ല നമുക്ക് സകല മനുഷ്യരോടും ദൈവത്തോടും നിരപ്പ് പ്രാപിക്കാം, സകലരോടും ക്ഷമിക്കാം. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുകയും കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയും ചെയ്യാം. നിശ്ചയമായും ഈ ഭൂമിയിൽ തന്നെ സമാധാനത്തോടും സന്തോഷത്തോടും നമുക്ക് ജീവിക്കുവാൻ കഴിയും. നമ്മുടെ ആയുഷ്കാലം തികഞ്ഞ് നാം മരിച്ചാലും മരിച്ചവരുടെ ഇടയിൽ നിന്നും നാം ഉയർക്കുക തന്നെ ചെയ്യും. എന്നാൽ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നും പുനരുദ്ധാനം ലഭിക്കുവാൻ തക്കവണ്ണം നാം ലോകമോഹത്തോടും ജഡ സ്വഭാവത്തോടും സാത്താനോടും യുദ്ധം ചെയ്ത് ഓട്ടം തികയ്ക്കണം എന്ന് നാം മറന്നു പോകരുത്. ആകയാൽ നമുക്ക് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ അങ്ങ് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.